ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. Iamilhan. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൂണിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്. ഇത് ഐറിസൻ ബ്ലഡ് ലീഫ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ ഗാർഡൻ കളർഫുള്ളാക്കാൻ ഈ ഒരു ചെടി മാത്രം മതി. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കെയറിങ്, അതുപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെന്നുള്ളവർ, ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ട് നോക്കിയേക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കെയർ വേണ്ടാത്തൊരു പ്ലാന്റാണ് കേട്ടോ. നമ്മൾ ഒട്ടും ശ്രദ്ധിച്ചില്ലെങ്കിലും വളരെ നന്നായിട്ട്, വളരെ ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റാണിത്. നമ്മൾക്ക് ചെടികൾ ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടിയും അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ചെടികളിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഈ ഒരു ചെടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്ന ചെടികളെ സംബന്ധിച്ച് കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ ചെടിയുടെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. എന്ന് വെച്ചാൽ ചെടികളിങ്ങനെ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ ചെടികളുടെയൊക്കെ ഒരു ഭംഗിയുള്ളത്. അതുതന്നെയല്ല, ഈ ചെടിയുടെ തണ്ടുകൾ വളരെ ബലം കുറഞ്ഞ തണ്ടുകളാണ്. തീരെ ബലം കുറവാണ് ഇവർക്ക്. അപ്പോൾ ഇത് ഒത്തിരി ഹൈറ്റ് വെച്ച് പോകുമ്പോൾ ഒരു കാറ്റടിച്ചാൽ പോലും അതിങ്ങനെ മറിഞ്ഞ് താഴത്തേക്ക് കിടക്കും. പിന്നെ ചെടി അത്ര കാണാൻ ഭംഗി ഉണ്ടാവില്ല. കൃത്യസമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചട്ടിയിൽ നിറയെ തിങ്ങി നിറഞ്ഞ് ഉണ്ടായി നിൽക്കുകയും ചെയ്യും. അപ്പോഴാണ് ഇത് കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ചെടിയുടെ പ്രൂണിങ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രൂണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, നമ്മൾ കൊമ്പ് കോതി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. സോഫ്റ്റ് പ്രൂണിങ് ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ് പ്രൂണിങ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചെടിയുടെ പ്രൂണിങ്ങും അതിൻ്റെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷനും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് വെച്ച് പോയി കഴിയുമ്പോൾ ഉള്ള ഒരു കുഴപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി മറിഞ്ഞു കിടക്കും, വീണ് കിടക്കും. അപ്പോൾ ഒരു കാറ്റൊക്കെ അടിച്ചാൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഈ ചെടികൾ പ്രൂൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഇവരെ നന്നായിട്ട് പ്രൂൺ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടെ വളഞ്ഞിങ്ങനെ താഴത്തേക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹാർഡ് പ്രൂണിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. പ്രൂണിംഗ് എന്ന് പറയുമ്പം സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് അതിൻ്റെ ജസ്റ്റ് മുകളിലുള്ള ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ മൊത്തം ഇങ്ങനെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഒത്തിരി വളർന്നു പോയി. അത് തന്നെയല്ല, ചെറിയ ചട്ടിയിലാണ് ഈ ചെടികളെല്ലാം തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഒത്തിരി പൊക്കം വെച്ച് കഴിയുമ്പോൾ കാണാനൊരു ഭംഗിയില്ല. സോ ഞാൻ ഇന്ന് ഇതെല്ലാം ഹാർഡ് പ്രൂണിംഗ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറ്റ അങ്ങ് വെട്ടിക്കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവരെ ആ പറ്റ അങ്ങ് വെട്ടി നിർത്തിയാലും നന്നായിട്ട് പിന്നീടും മുളച്ച് പൊടിച്ച് വരുന്ന ചെടികളാണ് ഈ ഒരു ചെടികൾ. നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ഒക്കെ അങ്ങനെ തന്നെയുള്ള ചെടികളാണ്. അപ്പോൾ അതേ ഇവിടെ വെച്ച് ഞാനത് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം നമുക്ക് പുതിയ ചെടികളായിട്ട് നട്ടുവയ്ക്കാം. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കാം, അല്ലെങ്കിൽ നേരെ മണ്ണിലേക്ക് നട്ട് കൊടുക്കാം. അപ്പം ഞാനിന്ന് എൻ്റെ ഈ എല്ലാ ചട്ടിയിലുള്ള ചെടികളും ഇതേപോലെ തന്നെ ഒന്ന് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണ്. മുഴുവൻ പറ്റ അങ്ങ് വെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് ഒത്തിരി പൊക്കം വെച്ച് പോകുമ്പം അത്ര ഭംഗിയില്ല. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ചട്ടിയിലുള്ള ചെടികൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരെല്ലാവരും നന്നായിട്ട് വളർന്നു വരും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എല്ലാ ചട്ടിയിലുള്ള ചെടികളും ഒന്ന് പ്രൂൺ ചെയ്തെടുക്കാം.
ചട്ടിയിലെ ചെടികളിൽ നിന്നാണ് ഞാൻ ഇത്രയും അധികം ചെടികളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലായല്ലോ, ഒരു ചെറിയ തണ്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് പ്രൂൺ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചെടികളിങ്ങനെ വളർന്ന് നിൽക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും. പക്ഷേ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. അത് ചെടികളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്നും പിന്നീട് അതിൽ നിന്നും നിറയെ ബുഷിയായിട്ട് ചട്ടി നിറഞ്ഞ് ചെടി വരും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ അത് മുറിച്ച് കളയുമ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാ ചട്ടിയിലുള്ള ചെടികളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. തണലത്ത് ഞാൻ വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ചെടികൾക്ക് എന്തെങ്കിലും ഒരു വളം നമ്മൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. ചാണകപ്പൊടിയോ വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ അങ്ങനെ ഏത് വളം വേണമെങ്കിലും നമുക്ക് ചെടികൾക്ക് പ്രയോഗിക്കാവുന്നതാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഞാനിതിനെല്ലാവർക്കും ഒന്ന് വളം ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ വളം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ചട്ടിയിലുള്ള മണ്ണെല്ലാം ഒന്ന് കുത്തി ഇളക്കി കൊടുക്കണം. എന്നാലാണ് വളം നന്നായിട്ട് അതിനകത്തേക്ക് ഇറങ്ങി ചേരുള്ളൂ. അപ്പോൾ എല്ലാ ചട്ടികളിലുള്ള മണ്ണെല്ലാം ഇങ്ങനെ ഒന്ന് കുത്തി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വളം കൊടുക്കാം. ഞാനിപ്പോൾ ചാണകപ്പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നൊരു ചാണകപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചാണകപ്പൊടി നല്ലൊരു ഫെർട്ടിലൈസറാണ്, ഉണങ്ങിയ ചാണകപ്പൊടിയാണിത്. അപ്പോൾ ചെടികൾക്ക് എല്ലാവർക്കും ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെർട്ടിലൈസർ കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചെടികൾ നനച്ചും കൂടെ കൊടുക്കണം. നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ ഇവരെ വയ്ക്കാം. അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചാലും മതി. ഞാനിപ്പോൾ ഇവരെ മാറ്റി വെച്ചതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. നല്ല രീതിയിൽ നനച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഇപ്പോൾ ഈ ഒരു മാർച്ച് സമയമൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് 2 നേരം ചെടി നനയ്ക്കണം. ഈ ചെടി അത്യാവശ്യം വെള്ളം ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്. വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇവർ വാടി തളർന്ന് താഴത്തേക്ക് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ എന്താ പറയുക, ഇതിപ്പോൾ ഒരു 18 ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഉള്ള ഒരു അപ്ഡേഷനാണ്. ചെടികളെല്ലാം ഇങ്ങനെ തളിർത്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നല്ല രസമില്ലേ ഇപ്പോൾ ഇവരെ കാണാനായിട്ട്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ചട്ടിയിൽ ഉള്ളൊരു കലേഡിയാണിത്. അപ്പോൾ ഇത് എനിക്ക് കളയാൻ തോന്നിയില്ല, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെ കളഞ്ഞില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവരെല്ലാവരും വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ നമ്മൾ പ്രൂണിങ് കഴിഞ്ഞിട്ട് ഒരു 18 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ ചട്ടിയിലുള്ള ചെടികളെല്ലാം തന്നെ പുതിയ മുളകൾ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും എല്ലാ ചട്ടിയിലും ചെടികൾ നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ ചെടികളുണ്ടാവും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇങ്ങനെ ഹാർഡ് പ്രൂണിങ് അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് ചെറിയൊരു സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ ചെടി മുഴുവൻ ഒത്തിരി താഴത്തേക്ക് ഇങ്ങനെ വളർന്ന് നിന്നതുകൊണ്ടാണ് ഞാൻ അത്രയും ഒരു പറ്റ വെച്ച് വെട്ടി കൊടുത്തത്. ഇപ്പോൾ ഇവരെല്ലാവരും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് ഈ ചെടിയുടെ ഭംഗി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചെടിയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞുണ്ടായി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഒട്ടും തന്നെ ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലാന്റാണ് ഈ ഐറിസൻ ബ്ലഡ് ലീഫ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.